ഓക്കെ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജേക്വറി അതിൻ്റെ കുറച്ച് തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ് കണ്ടത്. നമ്മളിനി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് കാണാൻ പോകുന്നത്. ജേക്വറിയിൽ സാധാരണ ചോദിക്കാറുള്ള കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കുറച്ച് ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ ഡെവലപ്ഡ് ജേക്വറി? ജേക്വറി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടാണ്. ജേക്വറി ഡെവലപ്പ് ചെയ്ത് ജോൺ റൈസിങ് ഡെവലപ്പ് ചെയ്തത്. ജോൺ റിസൈഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറയുന്നത് ജേക്വറി എന്ന് പറയുന്ന ഈ ടൂൾ, അതായത് അല്ലെങ്കിൽ ഈ ലൈബ്രറി എന്ന് പറയും. ഇത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റഡ് ലൈബ്രറിയാന്ന് പറഞ്ഞിരുന്നല്ലോ എന്ത് ജേക്വറി എന്ന് പറയുന്നത്. അപ്പം ജോൺ റിസൈഗ് എന്ന് പറയുന്ന ആളാണ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ദെൻ വെൻ വാസ് ജേക്വറി ഫസ്റ്റ് റിലീസ്ഡ് എന്നാണിത്. ഫസ്റ്റ് റിലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2006 ഇത് ജാവാസ്ക്രിപ്റ്റിന് ശേഷം ഇങ്ങനൊരു ടൂൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ മോട്ടോ ഓഫ് എ ജേക്വറി? ജേക്വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ലെസ്, നമ്മൾ കണ്ടാണ് റൈറ്റ് ലെസ് ഡു മോർ, ഇതാണ് ഇതിൻ്റെ മോട്ടോ. റൈറ്റ് ലെസ് ഡു മോർ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ജേക്വറി വർക്ക് ചെയ്യുന്നത്. നെയിം വൺ കീ ഫീച്ചർ ഓഫ് എ ജേക്വറി. ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു സിമ്പിൾ ഒരു വൺ കീ ഫീച്ചർ പറയുമ്പോഴെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, സിമ്പിൾ ഡോം മാനിപ്പുലേഷൻ, സിമ്പിൾ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ, ഡോം മാനിപ്പുലേഷൻ, ഇതൊരു കീ ഫീച്ചറാണ്. അല്ലെങ്കിൽ ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റി, ഇവൻറ്റ് ഹാൻഡ്ലിങ്, എക്സ്റ്റെൻസിബിലിറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊരു കീ ഫീച്ചർ പറയുകയാണെങ്കിൽ സിമ്പിൾ ഡോം മാനിപ്പുലേഷൻ, അതായത് ട്രാവേഴ്സിങ്ങും സെർച്ചിങ്ങൊക്കെ വളരെ ഈസി ആയിരിക്കും. മെൻഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെലക്ടേഴ്സ് ഇൻ ജേക്വറി. നമുക്ക് പലതരത്തിലുള്ള സെലക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ എലമെൻറ്റ് സെലക്ടർ പറയാം. ഇതൊരു സെലക്ടറാണ്. എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം, എലമെൻറ്റ് സെലക്ടർ. അപ്പോൾ ഇത് വൺ വേയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ പേര് മാത്രം എഴുതിയാലും മതിയാവും. എലമെൻറ്റ് സെലക്ടർ. പിന്നെന്താണ് ഐ ഡി സെലക്ടർ, ക്ലാസ് സെലക്ടർ. നാലാമത്തേത് ആട്രിബ്യൂട്ട് സെലക്ടർ. ഇതെല്ലാം ഈ സെലക്ടേഴ്സാണ്. അതായത് നമുക്ക് HTML എലമെൻറ്റ്സിനെ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം. നമുക്ക് ആ എലമെൻറ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാം. എലമെൻറ്റ് പേര് വെച്ചാൽ പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ P പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇനി ഐ ഡി ആണെങ്കിൽ ഒരു ID കൊടുത്ത് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. ക്ലാസ് ആണെങ്കിൽ ക്ലാസ് നെയിം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാം. ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ട് നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ഹൗ ക്യാൻ യു ഇൻക്ലൂഡ് ജേക്വറി ഫ്രം CDN? അതായത് CDN എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഡെലിവറി നെറ്റ്വർക്കാണ്. കണ്ടൻറ്റ് ഡെലിവറി നെറ്റ്വർക്ക്. ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയതിന് ശേഷം, CDN വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ജേക്വറിയുടെ ഒരു പാത്ത് കാണും. അതായത് ജേക്വറിയുടെ ഓൾറെഡി തന്നെയാണ് സ്ക്രിപ്റ്റ് SRC എന്നൊക്കെ പറഞ്ഞൊരു പാത്ത് കാണും. സ്ക്രിപ്റ്റ് SRC ഈസ് ഈക്വൽ ടു HTTPS :ajax എന്നൊക്കെ പറയുന്നത് ഇങ്ങനൊരു പാത്ത് കാണും. ആ പാത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഹെഡ് സെക്ഷനിൽ പ്ലേസ് ചെയ്യാം. ഹെഡ് സെക്ഷനിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. CDNൽ നമ്മളെങ്ങനെ ഒരു ജേക്വറിനെ CDN ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു CDN കണ്ടൻറ്റ് ഡെലിവറി നെറ്റ്വർക്കിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇത് കോപ്പി ചെയ്യുക, ദെൻ നമ്മുടെ പേജിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡസ് ദി ഡോളർ സിമ്പിൾ റെപ്രസെൻ്റ് ഇൻ ജേക്വറി? ജേക്വറിയിൽ എന്തിനാണ് ഡോളർ സിമ്പിൾ റെപ്രസെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിമ്പിൾ എന്ത് വെച്ചാൽ ദി സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ഓർ ആക്സസ് ജേക്വറി. ജേക്വറി ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് എന്ന് പറയുന്നത് ഡോളർ സിമ്പിൾ. ഇതാണ് ഒരു സിമ്പിൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡോളർ
നമ്മൾ jQueryയിലെ എല്ലാ പ്രോഗ്രാമിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡോളർ സിമ്പിൾ വെച്ചിട്ടിരിക്കും. ഈ ഡോളർ സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതൊരു jQuery കോഡാണെന്ന് പറയാനായിട്ടാണ്. നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു jQuery കോഡാണ്. അതായത് ടു ഡിഫൈൻ jQueryനെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു jQueryനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണെന്ന് പറയുന്നത് ഡോളർ എന്ന് പറയുന്ന സിമ്പിൾ. സോ അത്രയായിരിക്കും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ് നമ്മളോട് ഒരു ഡോളർ സിമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് ഇറ്റ്സ് ടു ഡിഫൈൻ ഓർ ആക്സസ് jQuery എന്നുള്ളതാണ്. ദെൻ അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡോട്ട് ഫിൽട്ടർ മെത്തേഡ്. പർപ്പസ് ഓഫ് എ ഡോട്ട് ഫിൽട്ടർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻസിനെ ക്രൈറ്റീരിയ വെച്ച് മാച്ച് ചെയ്യാനായിട്ടാണ്. ടു മാച്ച് എലമെൻറ്റ്സ് വിത്ത് സ്പെസിഫിക് ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയനെ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് എലമെൻസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ന് പറയുന്നത് ഫിൽട്ടർ മെത്തേഡ് എന്ന് പറയും. ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന എലമെൻറ്റ്സ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് സെലക്ട് ചെയ്യപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫിൽട്ടർ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഫിൽട്ടർ മെത്തേഡ്. ഓക്കെ, ദെൻ വാട്ട് ഡസ് ദ എലമെൻറ്റ് സെലക്ടർ $p ഡു ഇൻ jQuery? അതായത് ഇങ്ങനെ കൊടുത്താൽ ഡോളർ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് പി എന്ന് കൊടുത്താൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചേക്കുന്നത്. വാട്ട് ഡസ് ദ എലമെൻറ്റ് സെലക്ടർ? ഇതൊരു എലമെൻറ്റ് സെലക്ടറാണ്, കാരണം നമുക്കറിയാം ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, പി എന്നുള്ളൊരു എലമെൻറ്റിൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എന്ത് തന്നെയാണ് ഇത് എലമെൻറ്റ് സെലക്ടറാണ്. അപ്പം ഇതെന്താണ് ഇവിടെ jQuery ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HTML ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ഓൾ പി എലമെൻറ്റ്സ് ഇൻ HTML കോഡ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ സെലക്ട് ഓൾ പാരഗ്രാഫ് എലമെൻറ്റ്സ്, അതായത് പാരഗ്രാഫ് ടാഗ്സ് അല്ലെങ്കിൽ പാരഗ്രാഫ് ടാഗ്സ് ഇൻ HTML കോഡിലെ എല്ലാ പാരഗ്രാഫ് ടാഗുകളും സെലക്ട് ചെയ്യപ്പെടും. അല്ലേ, $p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HTML പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, jQueryയുടെ ഒരു കോഡ് എഴുതുകയാണ്. ആ jQueryയുടെ കോഡിന് $p എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയേക്കുന്ന HTML കോഡുകളിലെ എല്ലാ പാരഗ്രാഫ് ടാഗും സെലക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് അതിൻ്റെ മീനിങ് $p. ഓക്കെ, അപ്പോൾ ഇതൊരു എലമെൻറ്റ് സെലക്ടറാണ്. എലമെൻറ്റ് സെലക്ടർ എന്ന് പറയാൻ കാരണം ഇവിടെ ഈ സെലക്ടറിനുള്ളിൽ നമ്മൾ കൊടുത്തേക്കുന്ന പി എന്നൊരു എലമെൻറ്റിൻ്റെ പേരാണ്. സോ അതുകൊണ്ട് അതിന് നമ്മൾ എന്തെന്ന് പറയാം, ഒരു എലമെൻറ്റ് സെലക്ടർ എന്ന് പറയാം. വാട്ട് ഈസ് ദ ബെനഫിറ്റ് ഓഫ് യൂസിങ് CDN ടു ലോഡ് jQuery? ഒരു CDN ഉപയോഗിച്ചുകൊണ്ട് jQueryനെ ലോഡ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡിങ് ആവശ്യമില്ല, നമുക്ക് ഡൗൺലോഡിങ് ആവശ്യമില്ല, പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യും. ഫാസ്റ്റർ ലോഡിങ്, ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു CDN നിന്നാണ് നമ്മൾ jQueryനെ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യമില്ല, ഡൗൺലോഡിങ്ങിൻ്റെ ആവശ്യമില്ല, ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് CDN. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് jQueryന് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കുറച്ച് നോക്കാം. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വൺ വേർഡ് ചോദിച്ചതിനെ കുറച്ചും കൂടെ ഒരു എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കീ ഫീച്ചർ ഓഫ് എ jQuery ദാറ്റ് ഹെൽപ്പ് ഡെവലപ്പർ വിത്ത് ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സിനകത്ത് കണ്ടാണ് ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസറിനെ, ഒരു പർട്ടിക്കുലർ ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, jQueryയുടെ കോഡ് എഴുതാൻ പറ്റും. അതിനാണ് നമ്മൾ ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നോ ബ്രൗസർ സ്പെസിഫിക് കോഡ്, ബ്രൗസർ സ്പെസിഫിക് കോഡ് എഴുതേണ്ട കാര്യമില്ല. അതായത് ഗൂഗിൾ ക്രോമിന് വേണ്ടി ഒരു കോഡ്, ക്രോമിന് വേണ്ടി ഒരു കോഡ്, അതല്ലെങ്കിൽ ഫയർഫോക്സിന് വേണ്ടി ഒരു കോഡ്, അങ്ങനെ സ്പെസിഫിക് കോഡ് എഴുതേണ്ട കാര്യമില്ല. നമ്മൾ jQuery ഒരു കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബ്രൗസറിലും വർക്ക് ചെയ്തോളെന്നുള്ള അതിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നോ ബ്രൗസർ സ്പെസിഫിക് കോഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സാക്ട് ടൈം പറയുന്നത്. പിന്നീട് വൺ ഓഫ് ദ jQuery മെയിൻ സ്ട്രെങ്ത് ഈസ് അവൈലബിലിറ്റി ടു ഹാൻഡിൽ ബ്രൗസർ ഇൻകൺസിസ്റ്റൻസീസ്. ബ്രൗസറിലുള്ള
ഇൻകൺസിസ്റ്റൻസീസ്, അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കോഡ് എഴുതേണ്ട. ഒരിക്കലും ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ അത് ഏത് ബ്രൗസർ വേണമെങ്കിലും വർക്ക് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഹൗ ഡസ് jQuery സിംപ്ലിഫൈ ഈവൻറ്റ് ഹാൻഡ്ലിംഗ് കമ്പയർഡ് ടു ജാവാസ്ക്രിപ്റ്റ്? നമുക്ക് നമ്മളിപ്പം കണ്ടിരുന്നു ഒരു ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഈവൻറ്റ് ഹാൻഡ്ലിംഗ് ചെയ്യാന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നമുക്ക് ഇന്ന് jQueryയിൽ ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മൗസ് ഹോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഇമേജിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഒരു സെക്ഷന് മേളിൽ കൂടെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ഇവൻ്റ് ഉണ്ടാക്കാം, ഒരു ക്ലിക്കിൽ ഒരു ഇവൻ്റ് ഉണ്ടാക്കാം. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും, jQuery ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈവൻറ്റ് ഹാൻഡ്ലിംഗ് എന്നുള്ള ഫീച്ചർ പഠിച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കിയാൽ മതി. എക്സ്പ്ലെയിൻ ID സെലക്ടർ വർക്ക്സ് ഇൻ jQuery. എക്സ്പ്ലെയിൻ ID സെലക്ടർ വർക്ക്സ് ഇൻ jQuery. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ID സെലക്ടർ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു HTML കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു HTML കോഡുണ്ട്, ഒരു ബോഡി സെക്ഷനും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു 2-3 ടാഗ് എഴുതണം. ഞാനൊരു പാരഗ്രാഫ് ടാഗ് എഴുതി. ഈ പാരഗ്രാഫ് ടാഗിൽ ഹായ് എന്ന് എഴുതി എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാരഗ്രാഫ് ക്ലോസ് ചെയ്യുന്നു. ദെൻ അടുത്ത ഒരു പാരഗ്രാഫ് ടാഗ് എഴുതി. അടുത്തൊരു പാരഗ്രാഫ് ടാഗിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് ടാഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ID കൊടുത്തു. ID ഈക്വൽ ടു ടെസ്റ്റ് എന്നാണ് കൊടുത്തെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിനെന്ത് എഴുതി, ഹൗ ആർ യു എന്ന് എഴുതി. ഹൗ ആർ യു എന്ന് എഴുതി. എന്നിട്ട് പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. ദെൻ ഇവിടെ ഒരു ബോൾഡ് ടാഗ് എഴുതി. ദെൻ അതിൽ വെൽക്കം എന്നെഴുതിയെന്ന് വിചാരിക്കുക, /b. ഓക്കെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ കാര്യങ്ങളൊക്കെ എഴുതി. ദെൻ നമ്മളോട് പറയാണ്, ഞാനിവിടെ ഒരു jQueryയുടെ കൂടെ എഴുതാൻ പോകുന്നത്. സോ $, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് പറയേണ്ടത് ഒരു പാരഗ്രാഫ് ടാഗിനുള്ളിലെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരഗ്രാഫ് ടാഗിനുള്ളിലെ കോഡ് നമ്മൾ എഴുതാൻ പോകുന്നത്, അതായത് ഇവിടെ ഞാൻ $p എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ $p എന്നിട്ട് പറയുകയാണ് $pയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ CSSൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ചുമ്മാ കളറാക്കാം, എല്ലാത്തിൻ്റെയും കളർ ബാക്ക്ഗ്രൗണ്ട് കളറല്ല, അതിലെഴുതിയേക്കുന്ന കളർ റെഡ് ആക്കാൻ പറയാമെന്ന് വിചാരിക്കുക. ഇത് RED ആണ്, റെഡ് എന്നെഴുതിയാൽ എന്ത് സംഭവിക്കും? എന്നിട്ട് നമ്മൾ പറയുന്നു സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ആട്രിബ്യൂട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇവിടെ ഡയറക്റ്റ് സ്ക്രിപ്റ്റ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നമ്മൾ 2 പാരഗ്രാഫ് ഒരു ബോൾഡ് എഴുതിയിട്ടുണ്ട്. ഈ പാരഗ്രാഫ് നമ്മൾ സ്ക്രിപ്റ്റിൽ പറഞ്ഞേക്കുന്നത് $p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ HTML എല്ലാ പാരഗ്രാഫുകളും ഈ 2 പാരഗ്രാഫ് സെലക്ട് ചെയ്യപ്പെടും. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ കളർ, അതായത് ഇവിടെ എഴുതിയേക്കുന്ന ഹായും ഹൗ ആർ യും അതിൻ്റെ കളർ എന്താക്കി മാറ്റാൻ പറഞ്ഞു, റെഡ് ആക്കാൻ മാറ്റാൻ പറഞ്ഞു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൗ ആർ യുവിൻ്റെ കളർ മാത്രം മാറ്റിയാൽ മതി. പക്ഷേ ഈ ഹൗ ആർ യു എഴുതിയേക്കുന്നതും പാരഗ്രാഫ് ടാഗിലാണ്, ഹായ് എഴുതിയേക്കുന്നതും പാരഗ്രാഫ് ടാഗിലാണ്. P കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പാരഗ്രാഫും സെലക്ട് ചെയ്യപ്പെടും. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്, ഹൗ ആർ യു എഴുതിയേക്കുന്ന പാരഗ്രാഫ് ടാഗും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് മാത്രം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ആയിട്ട് മാത്രം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ID യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ പാരഗ്രാഫ് നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണ്, ടെസ്റ്റ് എന്ന് പറയുന്ന ID കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു IDയെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു ID നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിനുള്ളിലെ ID സെലക്ടറാക്കി മാറ്റുക. ഒരു ID സെലക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഹാഷ് സിമ്പിൾ വെച്ചിട്ടായിരിക്കും. ഇവിടെ ഡബിൾ കോട്ട്സിനകത്ത് ഇവിടെ ഹാഷ് കൊടുത്തു, കാരണം ഇനി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ID സെലക്ടറാണ്. ഹാഷ് കൊടുത്തു, എന്നിട്ട് ഈ IDയുടെ പേര് പറഞ്ഞു കൊടുക്കുക, ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ് ടെസ്റ്റ് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ID ആർക്കാണ് കൊടുത്തേക്കുന്നത് ആ എലമെൻറ്റ് മാത്രമേ സെലക്ട് ചെയ്യപ്പെടും. കാരണം ID ടെസ്റ്റ്, ഇവിടെ നമ്മൾ ടെസ്റ്റ് എന്ന് ID കൊടുത്തേക്കുന്നത് ഈ പാരഗ്രാഫ് എലമെൻറ്റിലാണ്. ഈ പാരഗ്രാഫ് എലമെൻറ്റ് മാത്രമേ സെലക്ട് ചെയ്യപ്പെടുള്ളൂ. കാരണം വേറൊരു ID യൂണീക്കാണ്, വേറൊരു എലമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേ പേരിൽ ID കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഇതിന് വേണ്ടി ID കൊടുക്കാം, ഇതിനും ID കൊടുക്കാം, പക്ഷേ അത് രണ്ടും ടെസ്റ്റ് എന്നുള്ള IDക്ക്
കൊടുക്കാൻ പറ്റില്ല, കാരണം ഓരോ ഐഡൻറ്റിഫിക്കേഷനും യുണീക്കാണ്. അപ്പോൾ എന്ത് ചെയ്തുള്ളൂ, ഈ പാരഗ്രാഫ് മാത്രമേ സെലക്ട് ചെയ്യപ്പെടുള്ളൂ. അതിൻ്റെ കളർ എന്താക്കി മാറ്റും, റെഡാക്കി മാറ്റും. സോ ഇതാണ് വർക്കിംഗ്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം, ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതി വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഹൗ ഡസ് jQuery അസിസ്റ്റ് ഇൻ റെഡ്യൂസിങ് ഡെവലപ്മെൻറ്റ് ടൈം? അതായത് jQuery എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ടൈം കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിലാണ് നമ്മളിങ്ങനെ ഒരു കോഡ് എഴുതി ഒരു പർട്ടിക്കുലർ ഒരു പാരഗ്രാഫിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നമ്മളതിൽ എഴുതേണ്ട കോഡിൻ്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. നമുക്കിത് ഇപ്പോൾ ഇങ്ങനെ ഒറ്റ ലൈൻ കോഡിൽ നമുക്ക് എഴുതുന്നതിന് പകരമായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ചിലപ്പം ഒരു 3-4 ലൈൻ കോഡ് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ കണ്ടുപിടിച്ച് അവൻ്റെ കളറൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളറോ അതിൻ്റെ കളറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം എലമെൻറ്റ് ബൈ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആ എലമെൻറ്റിനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ സെലക്ട് ചെയ്ത എലമെൻറ്റിനെ നമ്മൾ പോയി കളർ കണ്ടുപിടിക്കണം, കളർ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു 3 to 4 ലൈൻസ് കോഡ് എഴുതുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, jQuery ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സിംഗിൾ ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റും ഡെവലപ്മെൻറ്റ് ടൈം കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ദ ഡോട്ട് ക്ലാസ് സെലക്ടർ വർക്ക്സ് ഇൻ jQuery. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചേക്കുന്ന ID സെലക്ടറാണ്. ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്, ക്ലാസ് സെലക്ടറാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, ക്ലാസ് സെലക്ടറാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേ സെയിം പ്രോഗ്രാമിൽ തന്നെ നമുക്കൊന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ID സെലക്ടറിന് പകരമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ക്ലാസ് സെലക്ടർ ആയിരിക്കും. ഇവിടെ ഞാൻ ക്ലാസ് ഈസ് ഈക്വൽ ടു ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു വിചാരിക്കാം. ഇവിടെ IDക്ക് പകരമായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ക്ലാസ് എന്നാണ്. ക്ലാസ് ഇപ്പോൾ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലാസ് എന്നാണ്. ക്ലാസ് ഈസ് ഈക്വൽ ടു ടെസ്റ്റ് എന്നാണ് കൊടുക്കുന്നത് വിചാരിക്കാം. ക്ലാസ് ഈസ് ഈക്വൽ ടു ടെസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ പർട്ടിക്കുലർ ഈ പാരഗ്രാഫിൻ്റെ മാത്രം കളർ കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് കൊടുത്താൽ നമ്മൾ പറഞ്ഞു എന്ന് കൊടുത്താൽ ഈ 2 പാരഗ്രാഫ് സെലക്ട് ചെയ്യപ്പെടും. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഒരു പാരഗ്രാഫ് മാത്രം സെലക്ട് ചെയ്യപ്പെട്ടാൽ മതി. ഹൗ ആർ യു എന്നുള്ള പാരഗ്രാഫ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഹൗ ആർ യുവിൻ്റെ കളർ നമുക്ക് എന്താക്കി മാറ്റണം, റെഡാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എലമെൻറ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം ഈ എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ടെസ്റ്റ് എന്നുള്ള ക്ലാസിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ID സെലക്ടർ പകരമായിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുത്താൽ മതി, ഒരു ക്ലാസ് സെലക്ടർ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ക്ലാസ് സെലക്ടർ ഒരു ക്ലാസ് സെലക്ടറാണ് കൊടുക്കേണ്ടതെങ്കിൽ അവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ട് സിമ്പിളാണ്. ഇവിടെ നമുക്ക് ക്ലാസ് ആണ് വേണ്ടത്, അതുകൊണ്ട് ഡോട്ട് കൊടുക്കുക. അതിനുശേഷം ആ ക്ലാസ്സിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എലമെൻറ്റ് ടെസ്റ്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ എഴുതിയേക്കുന്ന ഏത് എലമെൻറ്റാണോ ആ എലമെൻറ്റ് സെലക്ട് ചെയ്യപ്പെടും. അതിൻ്റെ കളർ എന്താക്കി മാറ്റും, റെഡാക്കി മാറ്റി. ഓക്കെ അല്ലേ, റെഡാക്കി മാറ്റി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതി അതിൻ്റെ താഴെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. ഡോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ദ സെക്കൻഡ് പാരഗ്രാഫ് ആൻഡ് ചേഞ്ച് ദ കളർ ടു എന്താണ് റെഡ് കളറിലേക്ക് ചേഞ്ച് ആവും. ഓക്കെ, അത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ അതിന് മാർക്കായി. ദെൻ ദ പർപ്പസ് ഓഫ് എ ആട്രിബ്യൂട്ട് സെലക്ടർ. ആട്രിബ്യൂട്ട് സെലക്ടറാണ് ഇവിടെ നമ്മൾ ക്ലാസ് സെലക്ടറും ID സെലക്ടറും വെച്ചിട്ട് നമ്മൾ കണ്ടു. ഇനി അതെല്ലാം നമുക്കൊരു ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ആട്രിബ്യൂട്ട് സെലക്ടർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രം ആരൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആട്രിബ്യൂട്ട് സെലക്ടർ പ്രത്യേകത. ഇപ്പോൾ ഞാനിതിൻ്റെ മേളിൽ എഴുതാം. ജസ്റ്റ് നമുക്ക് നമ്മുടെ HTML ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ, അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡോളർ ഈ കൊറി എഴുതുമ്പോൾ, അതായത് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ jQuery എഴുതുമ്പം jQuery എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതായത് ഇൻപുട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. സെലക്ടറായിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ ഡോളർ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ HTML എവിടെയൊക്കെ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുക്കുന്നു ആ എലമെൻറ്റുകളെല്ലാം സെലക്ട് ചെയ്യപ്പെടും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിങ്ങനെ ആട്രിബ്യൂട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനുള്ള ടെക്സ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നുള്ളതാണ് ആട്രിബ്യൂട്ട്. ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് നമുക്ക് ഇൻപുട്ടിന് പല സംഭവം കൊടുക്കാം അല്ലേ. ഇൻപുട്ട് ടൈപ്പ് ഒരു പാസ്വേഡ് ബോക്സ് ഉണ്ടാക്കുന്ന ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി, പാസ്വേഡ് എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അത് പാസ്വേഡ് ബോക്സ് ഉണ്ടാക്കും. നമുക്ക് വേണ്ടത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്
ഇങ്ങനെ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്തേക്കുന്ന എല്ലാ ടാഗുകളും സെലക്ട് ചെയ്യപ്പെടും. ആ സെലക്ട് ചെയ്തേക്കുന്നതിൻ്റെ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ആക്ഷൻ കൊടുക്കുക. ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ആട്രിബ്യൂട്ട് സെലക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് ചോദിച്ചേക്കുന്നത് എന്താണ് ആട്രിബ്യൂട്ട് സെലക്ടർ എന്ന് വെച്ചാൽ. ഓക്കെ, ദെൻ ഹൗ ഡസ് ദ ഹാഷ് ഐ ഡി സെലക്ടർ ഡിഫർ ഫ്രം ദ ക്ലാസ് സെലക്ടർ ഇൻ ജേക്വറി. ഈ ഐ ഡി സെലക്ടറും ഈ ക്ലാസ് സെലക്ടറും നമ്മളെ വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട എക്സാമ്പിളിൽ തന്നെ ഒന്ന് അതിനെ മോഡിഫൈ ചെയ്യാം. ഐ ഡി സെലക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് സെലക്ടറും ഐ ഡി സെലക്ടറും നമ്മൾ വ്യത്യാസം. ഇവിടെ നമ്മൾ പറഞ്ഞതിനകത്ത് രണ്ടും സെയിം ആണ്. അത് ക്ലാസ് കൊടുത്താലും ഐ ഡി കൊടുത്താലും നമുക്കിവിടെ ഒരു ഹാഷ് സിമ്പിളും ഒരു ഡോട്ട് സിമ്പിളും യൂസ് ചെയ്യുന്ന പ്രത്യേകത, രണ്ടും ഇത് സെലക്ട് ചെയ്യപ്പെടും എന്നുള്ള പറയുന്നത്. ഇനി ഐ ഡി ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫിന് ഒരു ഐ ഡി കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പാരഗ്രാഫിന് ഐ ഡി കൊടുക്കാനായിട്ട് നമുക്ക് ഓരോ പാരഗ്രാഫിനും ഓരോ ഐ ഡി, ഈ പാരഗ്രാഫിന് ഐ ഡി കൊടുക്കാൻ പോവുകയാണ്. ഈ പാരഗ്രാഫിന് കൊടുക്കാൻ പോകുന്ന ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡി ഈക്വൽ ടു T1 എന്ന് കൊടുക്കുന്നത് വിചാരിക്കുക. പാരഗ്രാഫ് ഐ ഡി ഈസ് ഈക്വൽ ടു T1. ഇതിൻ്റെ പാരഗ്രാഫ് ഇതിൻ്റെ നമ്മൾ ക്ലാസ് മാറ്റി ഐ ഡി കൊടുക്കുന്നു വിചാരിക്കുക. ടെസ്റ്റ് ഐ ഡി ഈക്വൽ ടു ടെസ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാരഗ്രാഫ് നോക്കി. ഈ രണ്ട് പാരഗ്രാഫിലും നമ്മൾ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ഐ ഡി T1 എന്നും രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ഐ ഡി ടെസ്റ്റ് എന്നുമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കണം, ഹാഷ്, ഇവിടെ ഹാഷ് എന്ത് കൊടുക്കണം, ഹാഷ് T1 എന്ന് കൊടുത്താൽ മാത്രമേ ആദ്യത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യപ്പെടുള്ളൂ. ഹാഷ് T1 എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ, കാരണം അത് ഐ ഡി സെലക്ടർ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുക്കണം, ഹാഷ് T1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യപ്പെടും. ഇനി അതല്ല, ഹാഷ് ടെസ്റ്റ് എന്ന് കൊടുത്താൽ എന്ത് ചെയ്യപ്പെടും, രണ്ടാമത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ ഐ ഡി ആട്രിബ്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഐ ഡി ആണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ എലമെൻറ്റിനും ഓരോരോ ഐ ഡി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. കാരണം ഓരോ ഐ ഡി യൂണീക്കാണ്. നമുക്കിവിടെ കൊടുത്ത T1 അടുത്ത പാരഗ്രാഫിന് T1 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തുപോയി. നമുക്ക് യൂണീക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുത്തത് വർക്ക് ആകുകയില്ല. അപ്പോൾ ഓരോ പാരഗ്രാഫുകൾക്ക് അല്ലെങ്കിൽ ഓരോ ടാഗുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഐ ഡി എന്ന് പറഞ്ഞാൽ യൂണീക്ക് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ എലമെൻറ്റുകൾ സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോരോ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെങ്കിൽ T1 എന്നുള്ള ഐ ഡി സെലക്ടറിന് കീഴ് വേണം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെങ്കിൽ അടുത്ത ഡോളർ സിമ്പിൾ എഴുതി നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റിൻ്റെ കീഴിൽ വേണം നമ്മൾ കോഡ് എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഐ ഡി സെലക്ടർ എന്ന് പറയും. ഓരോ എലമെൻറ്റിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐ ഡി സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റിനെ നമുക്ക് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐ ഡി സെലക്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്ലാസ് സെലക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിന് സെയിം ക്ലാസ് നെയിം കൊടുക്കാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം, ഇവിടെ വേണമെങ്കിൽ ഐ ഡി ടെസ്റ്റ് എന്ന് വേണേൽ കൊടുക്കാം. അത് യുണീക്ക് ആയിരിക്കണം നിർബന്ധമില്ല. ഇവിടെ ഐ ഡി ഈസ് ഈക്വൽ ടു ടെസ്റ്റ് എന്ന് കൊടുക്കാം. ടെസ്റ്റ് ഇതിൻ്റെയും ഐ ഡി എന്നല്ല, ക്ലാസിൻ്റെ പേര് കേട്ടോ. ഐ ഡി കൊടുക്കാൻ പാടില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റീഡിഫൈൻ ചെയ്യാം. ഇവിടെ പി ക്ലാസ് ഈസ് ഈക്വൽ ടു ടെസ്റ്റ് എന്ന് എനിക്ക് കൊടുക്കാം. ഇവിടെയും പി ക്ലാസ് ഈസ് ഈക്വൽ ടു ടെസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് പാരഗ്രാഫിനും എന്ത് ചെയ്തു, നമ്മൾ ടെസ്റ്റ് എന്നുള്ള ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഐ ഡിക്ക് അത് പറ്റില്ല. ഐ ഡി ഓരോന്നിനും യൂണീക്ക് ആയിരിക്കണം. ക്ലാസ് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് റിപ്പീറ്റേഷൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പാരഗ്രാഫും ഗ്രൂപ്പ് ചെയ്യപ്പെടും. ഏതിൻ്റെ പേര് ഗ്രൂപ്പ് ചെയ്യപ്പെടും, ടെസ്റ്റിൻ്റെ പേര് ഗ്രൂപ്പ് ചെയ്യപ്പെടും. ഇവിടെ ഞാൻ ഡോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ടെസ്റ്റ് എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ ഇവിടെ ക്ലാസ് സെലക്ടർ യൂസ് ചെയ്തു. ഹാഷ് ഡോട്ട് ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് എന്ന് എവിടെയൊക്കെ ക്ലാസ്സിന് ഏതൊക്കെ എലമെൻറ്റിൽ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ എലമെൻറ്റും സെലക്ട് ചെയ്യപ്പെടും. അതിൻ്റെ കളർ എന്താക്കി മാറ്റും, റെഡാക്കി മാറ്റും. ഇവിടെ ഈ രണ്ട് പാരഗ്രാഫിൻ്റെയും കളർ റെഡാവും. അതാണ് നമ്മൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ മീനിങ് അത് തന്നെയാണല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാം കൂടെ BCom ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും നേച്ചർ എന്താണ്, ആ ക്ലാസ്സിലിരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുള്ള. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരും കൂടെ ചേർത്താണ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ടെസ്റ്റ് എന്നൊരു ക്ലാസ് പറയുകയാണെങ്കിൽ ആ ടെസ്റ്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ കീഴിൽ വരാൻ യോഗ്യതയുള്ള എല്ലാ എലമെൻറ്റുകളും നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ്സിൻ്റെ കീഴിലേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ഗ്രൂപ്പ് ചെയ്യപ്പെടും. ഇനി നമ്മൾ ആ ക്ലാസ്സിൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജേക്വറി സെലക്ട് ചെയ്യുന്നതെങ്കിൽ $ടെസ്റ്റ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ടെസ്റ്റ് ക്ലാസ്സുകളും സെലക്ട് ചെയ്യപ്പെട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താക്കി മാറ്റി, റെഡാക്കി മാറ്റി. ഇതാണ് ഐ ഡിയും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. ഐ ഡി ഓരോന്നിനും യൂണീക്ക് ആയിരിക്കണം. ക്ലാസ് റെപ്പിറ്റേഷൻ പറ്റും. ക്ലാസ് എത്ര എലമെൻറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഐ ഡി ആണെങ്കിൽ ഓരോ എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐ ഡി യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ലിസ്റ്റ് 2 ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് jQuery ഫ്രം CDN. ഇവിടെ നമ്മൾ കണ്ടാണ് ഡൗൺലോഡിങ് ആവശ്യമില്ല, ഫാസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് CDN വഴി നമ്മൾ jQuery ലോഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സിൻടാക്സ് ഫോർ സെലക്ടിങ് ഓൾ എലമെൻറ്റ്സ് വിത്ത് സ്പെസിഫിക് ക്ലാസ് ഫോർ ഇൻ jQuery? നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. $. ക്ലാസ് നെയിം, ഡോളർ കഴിഞ്ഞിട്ട് ഡോട്ട് ഇടുക, ദെൻ ക്ലാസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഹൗ ഡസ് ഡോട്ട് ഫിൽട്ടർ മെത്തേഡ് വർക്ക് ഇൻ jQuery? ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഡോട്ട് ഫിൽട്ടർ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് നമുക്ക് എലമെൻസിനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു സിൻടാക്സ് പറയുകയാണെങ്കിൽ ഡോളർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സെലക്ടർ യൂസ് ചെയ്യണം. ഏത് സെലക്ടറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പറയണം. ദെൻ അവിടെ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യണം, ഫിൽട്ടർ ഓഫ് ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് എലമെൻസിനെ ഫിൽട്ടർ ചെയ്ത് ആ എലമെൻസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, HTML നിന്ന് സെലക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റിന് കീഴിൽ വരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇത് ഓൾറെഡി നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളൂ ലാബിൽ. നമ്മൾ ഇതിൻ്റെ എല്ലാ ലാബ് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ മറന്നു പോയെങ്കിൽ ബുക്കിൽ ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് കാണും. ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇനി ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടതെല്ലാം കൂടെ കുറച്ചും കൂടെ വേറെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇതൊക്കെ തന്നെയാണ്. ഡിസ്കസ് ദ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് jQuery. ഹൗ ഡിഡ് ചേഞ്ച് വെബ് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ്? ഹിസ്റ്ററി, ജോൺ ഡ്രൈസിക് എന്ന് പറയുന്ന ആൾ 2006 ഓഗസ്റ്റിൽ ഡെവലപ്പ് ചെയ്ത ലൈറ്റ് വെയ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ് എന്തെന്ന് പറയുന്നത്, jQuery എന്ന് പറയുന്നത്. റൈറ്റ് ലെസ് ഡു മോർ ആണ് അതിൻ്റെ മോട്ടോ. അതായത് ലെങ്തി ആയിട്ടുള്ള കോഡിനെ വളരെ സിംഗിൾ ലൈൻ കോഡാക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ jQuery യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് DOM മാനിപ്പുലേഷൻ ചെയ്യുക, ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റി ഉണ്ട്, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്, എക്സ്റ്റൻസിബിലിറ്റി ഉണ്ട്. ഇത് വന്നതോടുകൂടി ഡെവലപ്മെൻറ്റ് ടൈം വളരെ തീർത്ത് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കൺസെപ്റ്റുകളെല്ലാം ചേർത്ത് എഴുതി വെക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ കംപ്ലീറ്റ് ആകുന്നത്. വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് jQuery ദാറ്റ് ഇറ്റ് മേക്ക് പവർഫുൾ ടൂൾ ഫോർ വെബ് ഡെവലപ്പേഴ്സ്? അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് നമുക്ക് എഴുതാം. ഇപ്പോൾ പറഞ്ഞ DOM മാനിപ്പുലേഷൻ, ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റി, ഇവൻറ്റ് ഹാൻഡ്ലിംഗ്, എക്സ്റ്റൻസിബിലിറ്റി, സിംപ്ലിഫൈഡ് സിൻടാക്സ് ആണ്, ഈസി ഓഫ് യൂസ് ആണ്, ഇഷ്ടംപോലെ പ്ലഗ് ഇൻ സപ്പോർട്ടുകളുണ്ട്, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്, ആനിമേഷൻ എഫക്റ്റ് കൊടുക്കാം, കോമ്പാക്റ്റിബിലിറ്റി വിത്ത് ഓൾഡ് ബ്രൗസർ. അതൊക്കെയാണ് നമ്മുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് jQuery വിത്ത് ജാവാസ്ക്രിപ്റ്റ് ഇൻ ടേംസ് ഓഫ് DOM മാനിപ്പുലേഷൻ ആൻഡ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. DOM മാനിപ്പുലേഷൻ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, DOM ട്രാവേഴ്സിങ് എഴുതണം. ട്രാവേഴ്സിങ് അപ്വേർഡ്സ്, ഡൗൺവേർഡ്സിൽ ട്രാവേഴ്സ് ചെയ്യാം, സൈഡ് വൈസിൽ ട്രാവേഴ്സ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഒരു തിയററ്റിക്കൽ സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതുക. ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മൗസ് മൂവിങ്, മൗസ് ഹോവർ, ക്ലിക്ക്, കുറേ കാര്യങ്ങളൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് പ്രത്യേകത. ഇതെല്ലാം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള കോഡ് എഴുതേണ്ടി വരും. എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് jQuery, ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റി ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ഹൗ ഇറ്റ് വർക്ക്സ്. jQueryയുടെ 1-2 എക്സാമ്പിൾസ് എഴുതുക. ക്രോസ് ബ്രൗസർ കോമ്പാക്റ്റിബിലിറ്റിയെ കുറിച്ചിട്ടുള്ള കുറച്ച് നോട്ട്സ് എഴുതി വെക്കുക. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബേസിക് ഫിൽട്ടർ ഇൻ jQuery വിത്ത് എക്സാമ്പിൾ. നമ്മൾ കുറേ ബേസിക് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ്, ലാസ്റ്റ്, ഈവൻ, ഓഡ്, GT. അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്യപ്പെടും, ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്യപ്പെടും, ഈവൻ ആണെങ്കിൽ ഈവൻ എലമെൻറ്റ് സെലക്ട് ചെയ്യപ്പെടും, മോഡ് ആണെങ്കിൽ ഓഡ് എലമെൻറ്റ് സെലക്ട് ചെയ്യപ്പെടും, എക്സെട്ര. ദെൻ ഫിൽട്ടർ മെത്തേഡുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫിൽട്ടർ മെത്തേഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? പിന്നെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് ഫിൽറ്റേഴ്സും എഴുതാൻ പറ്റും, ഈ സാധനങ്ങളും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. അപ്പം ഇത്രയും പഠിച്ചതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അത് കാര്യമായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ഇനി നമുക്ക് അടുത്തത് ക്ലാസ്സിൽ നമുക്ക് എന്താണ് DOM മാനിപ്പുലേഷനെ കുറിച്ച് നോക്കാം. ദെൻ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.